നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഗോകുൽജി ആര്യ, യോഗ ട്രെയിനർ ആൻഡ് മർമ്മ ചികിത്സകൻ. ഇവിടെ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണ്. ഒരു പ്രോബയോട്ടിക്കിനെ പറ്റിയാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബയോട്ടിക് എന്ന് നമ്മുടെ ഉദരത്തിൽ ആവശ്യമായ നല്ല ബാക്ടീരിയയുടെ ഒരു കോളനി സംയോഗം ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മുടെ കമ്പനി ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ് പ്രോബയോട്ടിക്. ആ പ്രോബയോട്ടിക് ഉപയോഗിച്ച് വളരെ അത്ഭുതമായ ഒരു ഫലപ്രാപ്തി എനിക്ക് നേരിട്ട് അനുഭവമുണ്ടായി. അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി എൻ്റെ അമ്മ വളരെയധികം ബാക്ടീരിയ, ഒരു കോക്കുലസ് വൈറസിൻ്റെ ബാക്ടീരിയാസ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് കാൽപാദങ്ങളുടെ കാലിൻ്റെയും തൊലി മുഴുവൻ നഷ്ടപ്പെട്ട് അതിന് ശസ്ത്രക്രിയ ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. വേറെ ഇടത് കാലിന് മുഴുവനായും തോല് മാറ്റിവെച്ച ശേഷം അതിൻ്റെ ഇൻഫെക്ഷൻ എല്ലാ മാസവും ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചികിത്സ കഴിഞ്ഞ ശേഷം, ഈ വൈറസിൻ്റെ ചികിത്സ കഴിഞ്ഞ ശേഷം എല്ലാ മാസവും ഇതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് വളരെ അതിശക്തമായ പനി വരികയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യുന്ന വളരെ അവസ്ഥയാണത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എല്ലാ മാസവും നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് 5 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ആൻറ്റിബയോട്ടിക്സ് എല്ലാം മുഴുവൻ ചെയ്യും. കാരണം ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് 5 ദിവസമാണ്. അപ്പോൾ നിർബന്ധമായും നമുക്ക് 5 ദിവസം തന്നെ ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരും ഈ കോഴ്സ്, ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആണ് ഓരോ മാസവും അല്ലെങ്കിൽ ഇടവിട്ട ഒരു മാസവും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു 2 ആഴ്ച മുന്നേ അമ്മയ്ക്ക് ഇതേമാതിരി തന്നെ പനി വന്നു. രാത്രിയാകുമ്പോഴത്തേക്കും പനി വന്നു. അതിശക്തമായ പനിയായിരുന്നു. ആ പനി വന്ന ശേഷം സാധാരണ ചെയ്യുന്ന മാതിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനിച്ചു. പക്ഷേ അപ്പോഴേക്കും എന്തോ ഭാഗ്യവശാൽ വീട്ടിൽ പ്രോബയോട്ടിക്കിൻ്റെ ഗുളികൾ ഉണ്ടായിരുന്നു. പ്രോബയോട്ടിക് ആ ഒരു ഗുളിക എടുത്ത് രാത്രി കൊടുത്തു. അത് കഴിച്ച ശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഒരു മിറാക്കിൾ എന്ന പോലെ തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും പനി വളരെയധികം സബ്സിഡൈസ് ചെയ്തു. ഓർമ്മ തിരിച്ചു കിട്ടി. അങ്ങനെ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞു. അങ്ങനെ വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി. അതിനുശേഷം 2 പ്രാവശ്യം, അന്നേ ദിവസം തന്നെ 2 പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്കും ഈ പ്രോബയോട്ടിക് ഭക്ഷണത്തിന് ശേഷം കൊടുത്തു. ഈ ഭക്ഷണത്തിന് ശേഷം കൊടുത്ത ശേഷം ആ 2 ദിവസം കൊണ്ട് തന്നെ, കാരണം തലേന്നുള്ള രാത്രിയുള്ള ആ പ്രോബയോട്ടിക്കിൻ്റെ സേവനവും അതിൻ്റെ പിറ്റേന്ന് ദിവസമുള്ള രാവിലെയും ഉച്ചക്കുമുള്ള സേവനം കൊണ്ട് തന്നെ പനി ഏകദേശം വളരെ നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായും മാറി. സാധാരണ 5 ദിവസത്തെ ഈ ചികിത്സാ ചെലവ് ഏകദേശം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 14,200, 14,300, 14,500 എന്ന രീതിയിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഒരു മാസം ഇടവിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസം ഒരു 4 ഗുളികകൾ കൊണ്ട്, അതായത് 3 ഗുളികകൾ കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്, പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. ഞാൻ അതുകൊണ്ട് അനുഭവിച്ച ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എബവ് 50 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ പ്രോബയോട്ടിക്
തീർച്ചയായും ഒരു ശീലമാക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് വളരെയധികം ഗുണഫലങ്ങളുണ്ട്. കാരണം നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ട് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കാഴ്ച ശക്തിക്കും നമ്മളുടെ മെമ്മറി പവറിനും തിങ്കിങ് പ്രോസസ്സിനുമെല്ലാം വളരെയധികം ഉപകാരപ്പെടും. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പ്രോബയോട്ടിക് കഴിക്കുക, അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക എന്നത്. എൻ്റെ ഈ അനുഭവം കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് മനസ്സിലാക്കി. ആ ഒരു അനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ പ്രോബയോട്ടിക് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾ നേരിട്ട് അനുഭവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.